ബാക്കിയുള്ളവരുടെ കയ്യിൽ ഒരു 5 നയാ പൈസ അല്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഇവിടെ ജോലി എടുത്ത് കുഴങ്ങിയിരിക്കുന്ന സമയം. അപ്പൊ ഒരു തവണ ഇട്ട ഡ്രസ്സ് അപ്പൊ ഇടാൻ പറ്റൂല എന്നാ പറയുന്നത്. കല്യാണങ്ങൾക്ക് മാറ്റി മാറ്റി ഡ്രസ്സ് കണ്ടിക്ക, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അപ്പോഴൊരു ഡ്രസ്സ് അതിലൊരു ചെറിയ ചേഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇങ്ങനെയായി മാറുമായിരുന്നു. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായിക്ക, റൂമിലെത്തിയോ? ഓ, റൂമിലെത്തി. എന്തോ കഴിച്ചു ഞങ്ങള്? ഭക്ഷണോ കഴിച്ചിട്ടില്ല, കഴിക്കണോ? എന്താണ് കയ്യിൽ പൈസ ഒന്നുമില്ലേ? കയ്യിൽ പൈസ ഒന്നുമില്ലടി, കഴിഞ്ഞ് മുഴുവൻ. ഇത്തവണ കിട്ടിയത് മൊത്തം ബാങ്കിലെ ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് അയച്ചില്ലേ. ആണോ? ഇനി കയ്യിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ആവണം. ഓക്കേ. ആ, അതൊക്കെ പോട്ടെ. എന്തായി, നിങ്ങൾ കല്യാണത്തിന് പോയോ? ഇതാ പോകാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ടോ? ഓ, എല്ലാവരും ഉണ്ട്. ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിന് ഡ്രസ്സില്ലേ, അതായിട്ട്. ആണോ? അപ്പോൾ ഉമ്മ പറഞ്ഞു നല്ല രസമുണ്ട് പറഞ്ഞു, അപ്പോൾ അതന്നെ ഇട്ട്. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കുന്നു. ഏതായാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഞാൻ എടുത്തുവെച്ച്. തൽക്കാലം ഞാൻ അയച്ചുതരാം. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം തിരിച്ചു തന്നാൽ മതി. ഓക്കെ, ഞാൻ അയച്ചുതരാം. തൽക്കാലം നിങ്ങൾ അത് വെച്ചിട്ട് പിടിച്ചേക്ക് കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിലെ പല പ്രശ്നങ്ങൾക്കുള്ളൊരു വലിയ സൊല്യൂഷനായിട്ട് മാറും എന്നുള്ളതാണ്. സോ നിങ്ങളെ കൂടെയുള്ള ആളുകളായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. അത് നിങ്ങളെ പ്രശ്നങ്ങളായാലും നിങ്ങളെപ്പോഴത്തെ സിറ്റുവേഷൻസ് ആയാലും അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ടോണിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.